Hello, welcome you all to my YouTube channel Supriya Speaks. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അബൌട്ട് മൈ ഡയറി റൈറ്റിംഗ്. ഇതെൻ്റെ ഈ വർഷത്തെ ഡയറിയാണ്. ഇതിന് മുന്നേ ഒത്തിരി ഡയറീസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു 10-11 വർഷമായിട്ട് ഞാൻ ആ ഒരു ഹോബി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഡയറി എഴുതുന്നത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഡയറി എഴുതിയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ലൈഫ് ചേഞ്ചിങ് തന്നെ മേ ബി ഡയറിയിലാണ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അതിലോട്ടൊക്കെ വരാം. ഫസ്റ്റ് തന്നെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത് ഹരിത ഹേംനാഥ്. ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് ഇൻസ്റ്റയിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആ ഒരു മിനി പ്രിൻ്ററിൻ്റെ ഒരു റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ മിനി പ്രിൻ്ററിൻ്റെ ഒരു റീൽസ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാൻ ഡയറി എഴുതുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഹരിത, ദിസ് വീഡിയോ സ്പെഷ്യലി ഫോർ യു. ഹരിത എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും, എങ്ങനെയാണ് ഒരു ഡയറി എഴുതേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറ്, ഡയറി കാണിക്കുമോ എന്നൊക്കെ ഒരുപാട് മെസ്സേജ് എനിക്ക് ഹരിത എപ്പോഴും അയക്കാറുണ്ട്. എനിക്ക് ടൈമിൻ്റെ കുറച്ച് നാട്ടിൽ വന്ന തിരക്കൊണ്ടാണ്. അപ്പം ഹരിതയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഈ വീഡിയോ പറയാണ് കേട്ടോ. എൻ്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് എന്നുള്ളത് എൻ്റെ ഈ ഡയറി ആയിരുന്നു. അത് 2016 ഡയറി ആയിരുന്നു. 2016 ഡയറിയാണ്. 21 അയ്യോ കാണുന്നില്ലേ, 2016 20 21 16 ഡയറിയോട് പോയി. ഓക്കെ, 2016 ഡയറിയോട് വീട്ടിലാണ് പോകുന്നത്. ആ ഡയറിയാണ് എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞത്. 2015 ഉണ്ട്, 16 എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലാണെന്ന്. അപ്പം ഇതാണ് എൻ്റെ ലൈഫിലെ ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഡയറി. എന്താണ് ആ ടേണിംഗ് പോയിന്റ് എന്നല്ലേ? അതായത് നമ്മുടെ ഇൻ്റർ റിലീജിയൻ മാരേജ് സമ്മതിക്കാനായിട്ടുള്ള മെയിൻ കാരണക്കാരൻ ഈ ഡയറി തന്നെയാണ്. ശരത്തിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും അത്യാവശ്യം നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവസാനം അവിടെ സമ്മതിച്ചത് ജാതകത്തിന് ശേഷവും നമ്മുടെ വീട്ടിൽ സമ്മതിച്ച് ഈ ഡയറി വായിച്ചതിന് ശേഷമാണ്. അപ്പച്ചൻ അവസാനം എൻ്റെ ഡയറി വായിച്ചതിന് ശേഷമാണ് എൻ്റെ എല്ലാ ഇമോഷൻസും മനസ്സിലാക്കിയതും ഓക്കെ പറഞ്ഞതും. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്ന നന്ദിയുള്ള ഒരാളാണ് കേട്ടോ ഇദ്ദേഹം. എനിക്ക് 5th സ്റ്റാൻഡേർഡിൽ വെച്ചാന്ന് തോന്നുന്നു ഏറ്റവും ആദ്യം ഞാൻ ഡയറി എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടും ഇവിടെ പറയാൻ പറ്റാത്ത ഒരു രഹസ്യം അതിൽ ഞാൻ എഴുതി വെച്ചതുകൊണ്ടും വലിയേട്ടനാണോ കുഞ്ഞേട്ടനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ആരും എടുത്ത് വായിച്ചത് പബ്ലിക്കാക്കി. അതിനുശേഷം ആ ഒരു ഹോബി ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാനത് എഴുതി തുടങ്ങിയത് 10th നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെ ഡയറി എഴുതാമെന്നൊക്കെയുള്ളൊരു സംഭവം നമ്മളെ പഠിപ്പിക്കുമല്ലോ. അതിനുശേഷം വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തു. എഴുതും നിർത്തും അങ്ങനെയായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇത് എഴുതി തുടങ്ങിയത് ബിടെക്കിന് പഠിക്കുമ്പോഴാണ്. അതായത് ഒരു 10-11 വർഷങ്ങളായി ഞാനൊരു ഹാബിറ്റ് കൂടെ കൊണ്ട് നടക്കാനായിട്ട്. ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു റിലീഫും ഹാപ്പിനെസ്സും വേറെ ഒന്നിൽ നിന്ന് എനിക്ക് കിട്ടാറില്ല കേട്ടോ. നമ്മൾ ഈ ഡയറി എഴുതാനായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഒരു ഹരം ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സാറേ അതൊരു അടിപൊളി ഫീലിംഗ് ആണ്. ഈ ഡയറി എഴുതാനായിട്ട് പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സാണ്. ഞാൻ എന്തിനാണ് ഈ ഡയറി എഴുതണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും പ്രത്യേകിച്ച് റീസണൊന്നും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായില്ല. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഹാബിറ്റ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ ഡയറി എഴുതാനായിട്ട് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല, അതെല്ലാം ഇൻഡിവിജ്വൽ ചോയ്സാണ്. ഞാൻ എങ്ങനെയാണ് എഴുതാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേണം. അത് മിക്കവാറും ഈ ഒരു പ്ലേസ് ആയിരിക്കും, എൻ്റെ ഹാപ്പി കോർണർ. അതിനുശേഷം ഞാൻ ഡയറിയിൽ ഫസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത് ആ ടൈമും പ്ലേസുമാണ്. ഞാൻ എവിടെ ഇരുന്നാണ് എഴുതുന്നത് എന്നുള്ളതും ആ കറൻറ്റ് ടൈം എപ്പോഴാണ് എന്നുള്ളതും. സോ ഫസ്റ്റ് ഞാൻ എഴുതാറുള്ളത് അന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതി വയ്ക്കാറ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓരോന്ന് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എപ്പോഴും എൻ്റെ ഡയറിയിലെ എല്ലാ ഫീലിങ്സും ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. എൻ്റെ ഒരു ടോപ്പ് സീക്രട്ട് ഹോൾഡറാണ് എൻ്റെ ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ വിഷമങ്ങളും എല്ലാം ഞാൻ എഴുതാറുണ്ട് കേട്ടോ. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ സന്തോഷങ്ങളും മാത്രം എഴുതി വെച്ചാൽ മതി ഡയറിയിൽ. കാരണം വിഷമങ്ങളെ നമ്മൾ എഴുതി വയ്ക്കുമ്പോഴത്തേനും പല വർഷം കഴിഞ്ഞ് നമ്മളിത് വായിച്ച് നോക്കുമ്പോഴത്തേനും വീണ്ടും ഒരു നെഗറ്റീവ് തിങ്കിങ്ങിലൂടെ നമ്മൾ പോകുന്നുള്ളത്. അത് ഡിപ്പെൻസ് ആണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ആ തിങ്കിങ് കൂടെയുള്ളത് തന്നെയാണ് എനിക്കിഷ്ടം. കാരണം പലരെയും മനസ്സിലാക്കാനും പല അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുവാനും ഇന്ന് അതിലും വലിയൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നമ്മൾ മുന്നത്തെ ഈ ഓർമ്മകളെടുത്ത് വായിക്കുമ്പോഴത്തേനും എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഇതിലും വലിയ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ മുന്നേ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്, പിന്നെയാണ് ഈ ഒരു നിസ്സാരകാരം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, പ്രസൻറ്റിനേക്കാളും എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് പാസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. എപ്പോഴാണോ ഒരു കാര്യങ്ങൾ നമുക്ക് മെമ്മറീസ് ആയിട്ട് മാറുന്നത് അതിനായിരിക്കും കുറച്ചും കൂടെ മധുരം കൂടുതൽ.
അങ്ങനെ നമുക്ക് മുന്നത്തെ ഒരു കാലഘട്ടത്തേക്ക് പോകാമെന്നുള്ളതും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുള്ള 2 മെത്തേഡാണ്. ഒന്ന് നമ്മൾ സ്വപ്നം കാണുക എന്നുള്ളതും, രണ്ടാമത്തെ ഈ ഒരു ഡയറി റൈറ്റിങ്ങും. ആ മെമ്മറീസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ഡയറി മാക്സിമം ലൈവ് ആക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഒരു ജേർണൽ റൈറ്റിങ്ങും ഡയറി റൈറ്റിങ്ങും ഡിഫറെൻ്റ് ആണ്. അതായത് ജേർണൽ എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും എന്തൊക്കെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഡയറി എന്നുള്ളത് അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുന്നതാണ്. ഈ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എഴുതാറുള്ളത്. അതായത് അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ എഴുതും, എൻ്റെ ഗോൾസ് എന്താണ്, എൻ്റെ അച്ചീവ്മെൻറ്റ് എന്താണ്, എൻ്റെ ഹാപ്പിനെസ് എന്നത് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. സോ ഇന്നാണ് ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ സ്വീഡനിൽ തിരിച്ച് വന്നതിന് ശേഷം ജോലിക്ക് പോയി തുടങ്ങിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛൻ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു ഇന്ന് ഞാൻ പോകുമ്പോഴത്തേനും. പിന്നെ ശരത്ത് അവസാനം ഹാൻഡിൽ ആണ് ചെയ്തത്. ശരത്തിന് ശരിക്കും ഓഫീസിലോട്ട് ഇവിടെ പോകണം, പക്ഷേ എനിക്കിന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ശരത്ത് വർക്ക് ഫ്രം ഹോം എടുത്തു. ഈ ഒരു മിനി പ്രിൻ്ററിൻ്റെ റീല് ഭയങ്കരമായിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളും ഞാൻ ഇതിൽ കാണിക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഡയറി ലൈവ് ആക്കാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു മിനി പ്രിൻ്ററായിരുന്നു. ഇത് തേർമൽ ആയതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഇത് ഫെയ്ഡ് ആവാനായിട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതുമാത്രമല്ല എൻ്റെ മുന്നേ ഒട്ടിച്ചിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഫെയ്ഡായി പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്നുള്ളത് ജസ്റ്റ് പ്രിൻ്റ് അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ പെൻ വെച്ചിട്ട് ഒന്നും കൂടെ ഞാൻ കളർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡ്രോയിങ്ങിൽ ഞാൻ അത്രയും മിടുക്ക് കാണിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതാണ് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഫൺ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോസ് ഓൾറെഡി ഗാലറിയിലുള്ളതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റാം. ആ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്ത് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. പ്രിൻ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഡയറക്റ്റ് ഇതിൽ പ്രിൻ്റ് വരുവാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരു 2 to 3 months ഇത് ഓൾറെഡി ഫെയ്ഡ് ആവാണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പതുക്കെ ഏറ്റവും മുന്നേ ഒട്ടിച്ച പിക്ചേഴ്സൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഓരോ കുഞ്ഞു പിക്ചേഴ്സും എടുത്തിട്ട് അതിലൊന്നുകൂടെ കളർ ചെയ്യുകയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. 5 വർഷം മുന്നത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ആ വ്യത്യാസം എനിക്ക് മനസ്സിലാക്കി തരുന്നതും ഈ ഡയറി തന്നെയാണ്. ആ വ്യത്യാസത്തിൻ്റെ ഗ്രാഫേ മുകളിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ചൊരു മാറ്റം വരുത്തണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഡയറിയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം നെക്സ്റ്റ് ഡേ പ്ലാനിങ് ആണ്. ഒരു മിനി ബോർഡിലാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. കാരണം ബുക്കിലാകുമ്പോഴത്തേനും അതങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യില്ലല്ലോ. ഈ മിനി ബോർഡിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേനും ഇത് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റും ചെയ്യും. മുന്നേ നടക്കാത്ത പല കാര്യങ്ങളും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ടൈമും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഓരോ ദിവസവും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട്. അതിനുശേഷം ഒരു 5 to 10 പേജസ് ഞാൻ ഒരു ദിവസം ഇരുന്ന് വായിക്കുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഹോബിയാണ് ഇത്. റാം കെയർ ഓഫ് ആനന്ദി. ഈ ഒരു ബുക്കാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മൈ ഫേവറേറ്റ് കസിൻ ഗൗരിക്കുട്ടിയാണ് എനിക്ക് ഈ ബുക്ക് പ്രസൻറ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് സാറ്റർഡേ ആണ്. ദർ ഈസ് ആക്ച്വലി എ വെരി ബ്യൂട്ടിഫുൾ ഡേ ഫോർ മീ. The first thing is we hit 1K subscribers. Thank you so much from the bottom of my heart. And the next thing is something secret. അതെ, ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്.